അടിപൊളി. പാടി ഫുഡ്സ് ആൻഡ് ട്രാവൽ ടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ ഞാനും രഞ്ജു മാത്രമേ ഉള്ളൂ. അപ്പൊ രഞ്ജു, ഇപ്പൊ ഇന്ന് നമ്മള് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫുഡാണ്. കൊറിയൻ സ്ട്രീറ്റ് ഫുഡാണ്. കൊറിയ രാജ്യങ്ങളിലൊക്കെ റോഡ് സൈഡുകളിൽ സുലഭമായി കിട്ടുന്ന ഒരു ബ്രെഡ് ഓംലെറ്റ് ആണ്. നമ്മളിപ്പോ വീട്ടില് സാധാരണ ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കാറുണ്ട്. പക്ഷെ നമ്മള് വളരെ ലളിതമായിട്ടായിരിക്കും ഉണ്ടാക്കുക. പക്ഷെ ഇപ്പൊ കൊറിയയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചീസ് ഒരുപാട് വരും, അതേപോലെ മറ്റേ ലീവ്സ് എല്ലാ സംഭവങ്ങളും ആഡ് ചെയ്തിട്ടാണ് അത് ഉണ്ടാക്കുന്നത്. വെജിറ്റബിൾസ് കുറച്ച് കൂടും, കാരണം ബട്ടർ ഒക്കെ ഒരുപാട് കഴിക്കുന്നതുകൊണ്ട് വെജിറ്റബിൾസ് കൂടുതൽ വരുന്നതുകൊണ്ട് അതിന്റെ എഫക്റ്റ് ഉണ്ടാവില്ല. അപ്പൊ നമ്മളുടെ ഭക്ഷണത്തിൽ നമ്മളത് ആഡ് ചെയ്യാൻ നോക്കണം. ലെറ്റ്യൂസും മറ്റേ ലീഫുകളൊക്കെ റോവായിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫാറ്റും കൊളസ്ട്രോളൊക്കെ പൊതുവെ കുറയും. അപ്പോൾ നമ്മളിന്ന് ബ്രെഡ് ഓംലെറ്റ്, കൊറിയൻ ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കാൻ പോകണം. അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പരിചയപ്പെടാം. അപ്പൊ നമുക്ക് വേണ്ടത് ബ്രെഡ്, നമ്മൾ കട്ട് ചെയ്യാത്ത ബ്രെഡാണ് വാങ്ങിയിരിക്കുന്നത്. പിന്നെ ലെറ്റ്യൂസ്, പിന്നെ 4 കോഴിമുട്ട, ഉപ്പ് പാകത്തിന്, പഞ്ചസാര, പിന്നെ ബട്ടർ, കുരുമുളക്, തക്കാളി, സ്പ്രിംഗ് ഓണിയൻ, കാബേജ്, ക്യാരറ്റ്, ചീസിന്റെ സ്ലൈസ്. ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് കൊറിയൻ സ്ട്രീറ്റ് ഫുഡായ ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. നമുക്കിപ്പോൾ കാബേജ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാം. നമ്മളിവിടെ കാബേജ് കുറച്ച് കൂടുതൽ അരിയുന്നുണ്ട്. ഇത്രയും കാബേജ് നമുക്ക് ആവശ്യമില്ല, പക്ഷെ നമ്മൾ അറേഞ്ച്മെന്റിന് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കൂടുതലായിട്ട് അരിഞ്ഞെടുക്കുന്നത്. തക്കാളി കട്ട് ചെയ്യാം. നമ്മൾ കട്ട് ചെയ്യാത്തൊരു ബ്രെഡാണ് ഇവിടെ വാങ്ങിയിരിക്കുന്നത്. അത് നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്യാം. നീളത്തില്? അതെ, നീളത്തില് ചെരിഞ്ഞു പോകാതെ ഒന്ന് കട്ട് ചെയ്യാം. ഇവിടെ രഞ്ജുവിടെ വെജിറ്റബിൾസ് ഒക്കെ കട്ടിങ്ങിന്റെ തിരക്കിലാണ്. അപ്പൊ അത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് മിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ ഇടയിൽ നമ്മുടെ ഈ കൊറിയൻ സ്ട്രീറ്റ് ഫുഡ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, നമ്മളെ മീനുകൾ. അവർക്ക് വേണ്ടൊന്ന് കൊടുക്കട്ടെ. മീനുകൾ ഭയങ്കരമായിട്ട് വിശന്നിട്ടിരിക്കുകയാണ്, നല്ല ഉഷാറായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്കിനി അടുത്ത് നമ്മുടെ കൊറിയൻ സ്ട്രീറ്റ് ഫുഡിലേക്ക് തിരിയാം. നമുക്കിനി മിക്സിംഗിലേക്ക് തുടങ്ങാം, അല്ലേ? അപ്പൊ ആദ്യമായിട്ട് നമുക്ക് എഗ്ഗ് പൊടിക്കാം. ഈ 4 കോഴിമുട്ടയിലേക്ക് നമ്മൾ നമ്മുടെ കുരുമുളക് പൊടി, പിന്നെ ഉപ്പ് ഒരു 1/2 ടേബിൾ സ്പൂൺ, നല്ലപോലെ മിക്സ് ചെയ്യാം. നല്ലപോലെ നമ്മളത് മിക്സ് ചെയ്തതിന് ശേഷം ക്യാരറ്റ്, പിന്നെ കേബേജ് ഒരു പിടി, സ്പ്രിംഗ് ഓണിയനും തക്കാളിയും. ഇതിൽ കോഴിമുട്ടയുടെ ഒപ്പം നിൽക്കും നമ്മുടെ വെജിറ്റബിൾസ്. ഇത് എൻറ്റയർലി ഡിഫറെൻ്റ് ഒരു ഓംലെറ്റ് ആണിത് നമ്മുടെ നാട്ടിലെ ഓംലെറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, കാരണം വെജിറ്റബിൾസ് ആണ് കൂടുതലുള്ളത്. ഇനി നമുക്കിതിൽ അവസാനമായിട്ട് നമ്മുടെ ഉള്ളി ഇടാം. ഇപ്പം ഇതിൽ ഒരു 3-4 തരം വെജിറ്റബിൾ ആയി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഫ്രൈയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം നമ്മുടെ സ്ലൈസ് ചെയ്ത് വെച്ച ബ്രെഡ് നമുക്ക് ചൂടാക്കി എടുക്കാം. നമുക്ക് ബട്ടർ ഇടാം. ഇതിലേക്ക് നമ്മുടെ ബ്രെഡിൻ്റെ ഒരു സൈഡ് നമുക്ക് ചൂടാക്കി എടുക്കാം. ഒരു സൈഡ് വെന്ത് കഴിഞ്ഞു. ഇനി നമുക്കത് മറിച്ചിടാം. ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചീസ് ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്ന് തിരിച്ചിടാം.
നമുക്ക് മറിച്ചിട്ടിട്ട് രണ്ട് സൈഡും ഒരേപോലെ ഫ്രൈ ചെയ്തെടുക്കാം, എന്നാലേ നല്ലൊരു ക്രിസ്പിനെസ് ഉണ്ടാവുള്ളൂ. ഇപ്പം എല്ലാ ബ്രെഡും നമ്മൾ രണ്ട് സൈഡ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. നമുക്ക് എടുത്ത് വയ്ക്കാം. ഇനിയിപ്പോൾ നമുക്ക് എഗ്ഗ് ഫ്രൈ ചെയ്യാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ഇടാം. അത് നമുക്ക് ഫ്രൈ ചെയ്യാൻ പോകണം നമ്മൾ. നമ്മൾ ഈ ഒരു ബ്രെഡിൻ്റെ ഷേപ്പിൽ തന്നെയാണ് ഇത് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. ഏകദേശം നല്ലോണം പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വയ്ക്കാം. ഇത് നമ്മൾ സാധാരണ ഈ ഒരു ഷേപ്പിൽ എടുത്തുകൊണ്ട് തിരിച്ചും മറിച്ചും കിട്ടി കഴിഞ്ഞാൽ ഒരു ഓവർ ഫ്രൈ ആവും. ഓവർ ഫ്രൈ ആവാനും പാടില്ല. അപ്പോൾ വൺ സൈഡാണ് കറക്റ്റായിട്ട് ഫ്രൈ ആവേണ്ടത്. ഏകദേശം നമ്മുടെ എഗ്ഗ് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് മാറ്റാം. ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. യെസ്, ഇപ്പൊ നമ്മുടെ ഓംലെറ്റ് എല്ലാം റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് അറേഞ്ച്മെന്റിലേക്ക് കിടക്കാം. കൊറിയൻ സ്ട്രീറ്റ് ഫുഡിന്റെ അറേഞ്ച്മെന്റിലേക്ക്. പഞ്ചസാര ഒരു നുള്ളിട്ടാണ് ഫുള്ളായിട്ടൊന്ന് വെതിരിട്ടാണ് മസാല ഇട്ടല്ലേ. മസാല ഇട്ടതിന് ശേഷം നമ്മുടെ ഓംലേറ്റ് വളരെ തിന്നാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ചീസിൻ്റെ സ്ലൈസ് ഉണ്ട്. അങ്ങനെ നീളത്തിൽ ഇടാം. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ മയനൈസാണ്. മയനൈസ് നമ്മൾ കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല, പക്ഷേ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എത്ര വേണമെങ്കിലും ചേർക്കാം. മയനൈസ് ചേർക്കും തോറും സംഭവം ഷൂട്ട്, അതായത് നല്ല ടേസ്റ്റിലേക്ക് വരും. അപ്പം മയനൈസ് നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്തായിട്ട് നമ്മളെ കെച്ചപ്പ്, ടൊമാറ്റോ സോസ്. സംഭവം എന്തായാലും കളർഫുൾ ആയില്ലേ? കളർഫുള്ളായി. കൊറിയൻ ഫുഡല്ലേ. ഓക്കെ, ഇനി നമ്മൾ അവസാനം വരുന്ന 4 പീസസ്. ഈ 4 പീസ് നമ്മൾ നേരെ ഇതിൽ വയ്ക്കണം. ഒന്ന് പ്രസ് ചെയ്തോ, കൈ കൊണ്ട് നന്നായി പ്രസ് ചെയ്തോ. എന്നാലേ ചീസ് ഒന്ന് കറക്റ്റ് ആവുള്ളൂ. യെസ്, അപ്പം നമ്മുടെ കൊറിയൻ സ്ട്രീറ്റ് ഫുഡ് ബ്രെഡ് ഓംലെറ്റ് ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. കുറച്ച് വെറൈറ്റി ആയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തു അല്ലേ? പിന്നെ ടേസ്റ്റ് നോക്കണം. അതെ, ടേസ്റ്റ് നോക്കുന്ന ഒരു ചടങ്ങ്. ഇന്നിപ്പോ ടേസ്റ്റ് നോക്കിയിട്ട് ബാക്കി വിവരങ്ങളൊക്കെ പറയാം. ഇന്നിപ്പോ ടേസ്റ്റ് നോക്കാൻ ഇവിടെ ആരുമില്ല, രഞ്ജും ഞാനും മാത്രമേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ തന്നെയാണ് എടുത്തിട്ടൊരു ജഡ്ജ്മെന്റ് പറയുന്നത്. എന്നാ വൈകണ്ട. സാധാരണ ഇത്ര വലുപ്പം ഉണ്ടാവില്ല അല്ലേ? നമ്മൾ വലുപ്പത്തിൽ ഉണ്ടാക്കി. എന്താണ് സംഭവം? ഇതാണ് കറക്റ്റ് സംഭവം. ഇതിന്റെ ഇടയിൽ നമ്മുടെ ഓംലേറ്റ് ഉണ്ട്. ഇതിന്റെ ഇടയിൽ ഇനി എല്ലാ ആൾക്കാരും ഉണ്ട്. മയണോസ് ഉണ്ട്, കെച്ചപ്പ് ഉണ്ട്. അവരുടെ അല്ലേ? സംഭവം അടിപൊളി. സംഭവം സൂപ്പർ ടേസ്റ്റ് ആണ്. കാരണം ടേസ്റ്റ് വരാതിരിക്കില്ല. കാരണം നമ്മളിതിൽ ഇതിന്റെ എഗ്ഗിന്റെ പ്രിപ്പറേഷൻ തന്നെ അങ്ങനെയാണ്. കാരണം ഏകദേശം എല്ലാ വെജിറ്റബിൾസും ഇട്ട് കുരുമുളക് സംഭവങ്ങളെല്ലാം പാകത്തിനിട്ട് കറക്റ്റ് ഇതെടുത്ത് കൊണ്ടുവന്നു. പിന്നെ ഇതിന്റെ മയനൈസ്, ടൊമാറ്റോ സോസ് എല്ലാം കൂടി ആകുമ്പോഴേക്കും സംഭവം അടിപൊളിയാണ്. പക്ഷെ ഒരു വെറൈറ്റി ടേസ്റ്റ് അല്ലേ? അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിക്കുക. നമ്മൾ കുറെ ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിച്ചിട്ടുണ്ട്. അപ്പൊ അതേപോലെ അടിച്ചു പൊട്ടിക്കുക. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നത് വരെയും എല്ലാവർക്കും ബൈ.